നമസ്കാരം. ജ്യോതിഷവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൂടോത്രം ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സാധാരണയായി ചിലരെങ്കിലും കൂടോത്രം ചെയ്യുന്നത് മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എപ്പോഴും ദേഷ്യവും അസൂയയും അവരോടുള്ള ഭയവും കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും കൂടോത്രം ചെയ്യുന്നത്. ജ്യോതിഷപ്രകാരം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കൂടോത്രം ചെയ്യുമ്പോൾ നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ തന്നെ വീഴും എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് അവിടെ കർമ്മഫലമായി സംഭവിക്കുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ, ഇത്തരമുള്ള ചില മോശം പ്രവൃത്തികൾ ചിലരെങ്കിലും ചെയ്തേക്കും. പല വിശ്വാസങ്ങൾ പ്രകാരം നെഗറ്റീവ് ശക്തികളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ ചെയ്തവരിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നും ജ്യോതിഷത്തിൽ പറയുന്നു. അയൽക്കാരുമായോ ബന്ധുക്കളുമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റു വഴികളാണ് നോക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെയുള്ള നെഗറ്റീവ് ഊർജം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അയൽക്കാരന് ദോഷം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ നെഗറ്റീവ് ഊർജം ആദ്യം ബാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയുമായിരിക്കും. മറ്റൊരാളെ തകർക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യാതിരിക്കുകയാണ് കഴിവതും നല്ലത്. അതിനുള്ള പരിഹാരം നല്ലത് ചിന്തിക്കുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും അപ്പോൾ നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാരെ വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർ സ്വന്തം അമ്മയെയും അല്ല കുടുംബത്തെയും സ്വന്തം ഭാര്യയെ പോലും സുഹൃത്തുക്കളെ പോലും ചതിക്കുന്ന ചിലർ നാളുകളും കൂട്ടത്തിൽ ഉണ്ട്. അത് അശ്വതി, പൂയം, കാർത്തിക, പൂരുരുട്ടാതി, ഉത്രട്ടാതി, വിശാഖം, അനിഴം എന്നീ നക്ഷത്രങ്ങളാണ്.